തട്ടൂല. അത് തന്നെ. അല്ല സത്യം പറഞ്ഞാ ഇത് കണ്ടപ്പോ കണ്ട നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് ഇത് കണ്ട. നമ്മളിങ്ങനെ വേണേലും എടുത്ത് നമ്മള് മൂക്കില് പച്ചക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് സത്യം. ഇത് പുതിയതുറയാണ് കേട്ടോ. പുതിയതുറയുടെ ഫിഷിംഗ് ഏരിയ ആണ് ഇതൊക്കെ. എന്തായാലും ഇന്ന് പച്ചമീൻ തപ്പി ഇറങ്ങിയതാ. പക്ഷെ ഉണക്കമീനൊക്കെ നമ്മുടെ ഏരിയയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വിലയൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്ന് ഡയറക്റ്റ് വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ നല്ല മീൻ കിട്ടും. ഞങ്ങൾ എന്തായാലും പുതിയതുറ ബീച്ച് വരെ പോയതാണ്. ഇതുവരെയും പുതിയതുറ ബീച്ച് കണ്ടിട്ടില്ല. ഫ്രഷ് ആയിട്ട് മീനൊക്കെ പിടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും മീൻ കിട്ടിയാലോ എന്ന് നോക്കി പോയതാണ്. പോയപ്പോൾ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണക്ക മീൻ ഉണക്കുന്നതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടിട്ട് ഇറങ്ങിയാണ്. ഇതാ നോക്ക്, നല്ല ഫ്രഷ് നൊത്തോലി ഇങ്ങനെ ഉണക്കിയിട്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ മണ്ണില്ല. നോക്ക്, ഇങ്ങനെ വേണേലും എടുത്ത് നമ്മള് മൂക്കില് പച്ചക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഞങ്ങൾക്ക് ഇത് നൊത്തോലി ഉണക്കുന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നേ. ഞങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് നൊത്തോലി മേടിച്ചായിരുന്നു. അത് ഞങ്ങൾ കൊണ്ടുവന്ന് 2-3 വെള്ളമൊക്കെ കഴുകി ഉണക്കാനിട്ടപ്പോൾ ഓരോന്ന് വീതമാണ് എടുത്ത് ഇങ്ങനെ വെക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ കൂട്ടത്തോടെ വാരിയിട്ടാണ് ഉണക്കിയത്. പക്ഷേ പിറ്റേന്നായപ്പോൾ അത് നല്ലപോലെ കട്ട കെട്ടിപ്പോയി. 850 രൂപയുടെ മീനാണ് അന്ന് പോയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ നൊത്തോലി ഇങ്ങനെയാണ് ഉണക്കുന്നതെന്ന്. അപ്പം ഈ ചേച്ചിമാരാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ നൊത്തോലി എങ്ങനെ ഉണക്കണം എന്നുള്ളത്. ചേച്ചി ഒന്ന് പറഞ്ഞേ, നൊത്തോലി എങ്ങനെയാ ഉണക്കുന്നതെന്ന് ഉണക്കണത് നല്ല വൃത്തിയായിട്ട് 2 വെള്ളം കഴുകണം. 2 ചരുകത്തിൽ നൊത്തോലിയെ തട്ടി വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് കുട്ടേൻ്റെ അകത്ത് വെള്ളം വെക്കണം. വച്ചിട്ട് ഈ മാലിടണം. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. മാല് വിരിച്ച് അതിൻ്റെ പുറത്ത് നൊത്തോലി ഒന്നൊന്നായിട്ട് വെച്ച് ഉണക്കണം. ഉണക്കിയാൽ നല്ല ഫ്രഷായിട്ട് കിട്ടും. കട്ടയ്ക്ക് വാരി വെച്ചാൽ ചീത്തയായി പോകും. മഴ കൊള്ളാൻ കൊടുത്താൽ അത് കൊള്ളൂല, കളയണം നമ്മൾ. ഞങ്ങൾക്ക് മഴ വരെയാണെങ്കിൽ നഷ്ടം വരും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് 10-500 രൂപയൊക്കെ കിട്ടും. അങ്ങനെ കിട്ടും. നമ്മുടെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ വാങ്ങിക്കാൻ വരും ആൾക്കാർ. വാങ്ങിക്കാൻ വരും. അത് ചീത്തയാകും. പക്ഷെ മഴ കൊള്ളല്ലേ, മഴ കൊണ്ടാ അതും ചീത്തയാകും. വല ആ വലയിന്റെ പുറത്തിടണം. നിങ്ങൾ ടെറസിന്റെ മുകളിൽ നൊത്തോലി കൊണ്ട പരത്തയാണെങ്കിൽ അതിന്റെ പുറത്തൊരു മാല് വിരിക്കണം. വല ആ വലയിൽ വെള്ളം തോന്നതിന് ശേഷമേ എടുത്ത് നിരത്തണം. വെള്ളം അങ്ങോട്ട് പോയതിന് ശേഷം ആ വെള്ളം അല്ലെങ്കിൽ നിന്ന് നൊത്തോലി അഴുക്ക് കൊടുക്കും. അത് ഉണങ്ങിയാലും കളറായിട്ടിരിക്കും. നമ്മൾ ടെറസിൽ മീനിടുമ്പം മാലെടുത്ത് ടെറസിൽ തൂത്തുവാരിയിട്ട് മാല് നിരത്തി ഇട്ടിട്ട് കുട്ടയിൽ നൊത്തോലി കഴുകി വെച്ചിട്ട് വെള്ളം തോന്നതിന് ശേഷമേ നൊത്തോലി എടുത്തോണ്ട് ഒന്നൊന്നായിട്ട് അടുക്കി വെച്ച് ഉണക്കും. ഇതാണ് ഫ്രഷ് സാധനങ്ങൾ. ഇതുപോലെ മറിച്ചിടണം. ഇതേ കഴുകി വൈകുന്നേരം ആകുമ്പോ ഇത് ഉണങ്ങും. 1 ദിവസത്തെ ഉണക്കേ ഉള്ളു ഉപ്പ മീനിന്. വാള ഇത് വളമീനാണ്. അപ്പം നമ്മള് ഇന്ന് ഈ മീനിനെ പറ്റി ഒന്ന് തിരക്കി വെറുതെ ഇറങ്ങിയതാണ്. അപ്പൊ കണ്ടതാണ്. പക്ഷെ അത് തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് അവക്ക് ഉണക്കമീൻ കൂട്ടിക്കൂടാ. എന്തായാലും ഇത് കണ്ടപ്പോ നല്ല ആഗ്രഹം തോന്നുന്നു. നല്ല സംഭവം എന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങളൊരു കവറിലിട്ട് തന്നൂട്ടാ. നിങ്ങളുടെ വെയിലത്ത് ഇങ്ങനെ കമിത്തി വെച്ച് ഉണക്കിയാണെങ്കിൽ തന്നൂടാ. അല്ലെങ്കിൽ ഇത് ഉണങ്ങിയത് പോരാ. അല്ല ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുപോയി കറി വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഉണക്കണം. പകുതി ഉണക്കേ ആയിട്ടുള്ളൂ. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് മീൻ വാങ്ങിച്ച് നേരെ ഉണങ്ങാനൊന്നും പറ്റില്ല. അതിന് എല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു കടമ്പകളുണ്ട്. ഇതിനുള്ള ജോലിയൊക്കെ ഉണ്ട്. 2-3 തട്ടട്ടെ ഏകദേശം 1 ഇഞ്ചോളം പൊക്കത്തിന് നെറ്റ് ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടാണ് മീൻ നോക്കി. ഒരു ശകലം മണ്ണ് പോലും അതിലൊന്നുമില്ല. അത്രയും ഫ്രഷ് ആയിട്ടാണ്. അതിന് എത്ര ഫ്രഷ് ആയിട്ട് സ്മെല്ലെന്ന് പറയാൻ സാധനം ഇല്ല. അതൊന്നും ഇല്ല, സ്മെല്ലില്ല. അതിന് ഇത്രയും നീറ്റായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് മീനുണ്ട്. അപ്പോൾ ഇത്രയും നല്ല പ്ലേസിലിട്ട് നല്ല രീതിക്ക് മണ്ണൊന്നും പറ്റാതെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ബാക്കിയെല്ലാം കടകളിലൊക്കെ ഇരിക്കുന്നതെല്ലാം കൂടുതൽ വരവ് മീനുകളാണ്. അതൊക്കെ മോശമായിട്ടുള്ള മാസം കഴിഞ്ഞ മീനുകളൊക്കെ അത് ഇത് ഫ്രഷ് ആയിട്ട് എടുത്തവര് ഉണക്കമീനിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ മീൻ മിച്ചം വരുമ്പോൾ ചെയ്യുന്നതല്ല. നല്ല അത് ആ മീനിന്റെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും നീറ്റാണ് സാധനം.
ആഗോലിയെ പോലെ ഇരിക്കുന്നത് തന്നെ, പക്ഷെ കലവയാണ്. കലവ മീൻ അല്ലേ? ആഗോലി അല്ല, കലവ. ഇത് നല്ല ദശയുള്ള മീനാണ് കേട്ടോ. നല്ലപോലെ ദശയുണ്ട് ഇതിനകത്ത്. മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറിയൊക്കെ മീൻ പ്രൈസ് മീനാണത്. നല്ല നല്ല ഒരു സ്മെല്ലായിട്ടൊന്നുമില്ല, ഒരു ശകലം പോലും ഇല്ല, ഒരു സീറ തന്നെ കയ്യിൽ പോലും പിടിക്കും. ഒരു ഈച്ച പോലും കടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ചെയ്ത് ഈ മീനിൽ വെച്ചിരിക്കുന്നത്. അത്ര നീറ്റായിട്ടാണ് കേട്ടാ. വർക്കല സൈഡിലൊക്കെ ഇതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വെറുതെ അങ്ങനെ ഇട്ട് റോഡ് സൈഡിൽ കണ്ടിട്ടുള്ള. പക്ഷെ ഇവിടെ വന്നപ്പോ നിങ്ങൾ ഇത്രയും പേര് ഈ ഒരു വെയിലത്ത് വന്ന് കാവലിരുന്നിട്ടാണ് ഈ ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് ഇവർ ഇത്രയും 3 പേര് ഇങ്ങനെ ആ ഒരു ചെറിയൊരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ അത്ര എന്തായാലും അത് അത്രയും വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ളതൊന്നും ഇവർക്ക് കിട്ടത്തില്ല കേട്ടോ. കാരണം ഇത്രയും ഒരാളും നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വന്ന് വെയിലത്ത് രാവിലെ തൊട്ട് വയ്യോളം വരെ ഇട്ടിട്ടും പിന്നെ ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ പോലെയുള്ള ആൾക്കാരും മക്കളും കഴിക്കേണ്ടതാണിത്. അതുകൊണ്ടാണ് നമ്മൾ അത്ര ഇതായിട്ട് ചെയ്ത് അവർക്ക് കൊടുക്കണം. നാളെ നമ്മുടെ ഒക്കെ വന്ന് വാങ്ങിക്കണം എന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളെ ഈ നെത്തോലിയൊന്നും ഇങ്ങനെ ഉണങ്ങാൻ മുതിരത്തില്ലായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള്. പക്ഷെ ഇതിനെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യമേ നേരിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചേനെ. ഈ പ്രതികൂല കാലാവസ്ഥ കൂടുതലും ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ തന്നെയാണ്. അത് നമുക്ക് കൂടുതലും ബോധ്യപ്പെട്ടത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ. ഈ അധ്വാനത്തിന് പിന്നിലുള്ള കഷ്ടപ്പാടുകൾ എത്രത്തോളമാണെന്നും അതുമാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. ഒന്നിച്ച് ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല. കടലിൻ്റെ മക്കൾ എന്ന പേരിൽ അവർ ഒരുപാട് അവഗണനകൾ നേരിടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അതെല്ലാം തൊട്ടടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും കാണണം.